ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് എല്ലാ കുക്കിങ്ങും പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ ഇപ്പോൾ 2 ദിവസം മുന്നത്തെ ഇന്നലത്തെയൊക്കെ വീഡിയോനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പിന്നാലെ ഒരു ബൈക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ, ഒരാൾ വന്നിരുന്നു, അത് നേര് തന്നെയാണ്. അപ്പോൾ അതിന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് തന്നവർക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും ഏതായാലും എനിക്കൊരു കണ്ടൻറ്റായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ വീഡിയോ ഉണ്ടാകുക. അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോൻ്റെ റെസിപ്പികളും കാര്യങ്ങളൊന്നും പറയാൻ പറ്റണില്ല. കമൻറ്റിന് റിപ്ലൈ ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ നീച്ച് നമ്മൾ കുക്കിംഗ് പരിപാടി തുടങ്ങണം. അതിൻ്റെ ഇടയിൽ തന്നെ ഇവർക്കുള്ള കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക. അതിൽ നല്ല നല്ല കമൻറ്റ് ഉണ്ട് കേട്ടോ, നല്ല നല്ല കമൻറ്റ് ഉണ്ട്, മോശം കമൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കമൻറ്റുകളും ഞാൻ കുറച്ചൊരു വിധം കമൻറ്റുകളിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞായിരിക്കും. അപ്പോൾ നല്ല കമൻറ്റ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ കാക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ, അങ്ങനെ നല്ല കമൻ്റ് ഉണ്ട്. ഒരു കമൻ്റ് ഉണ്ട്, കല്യാണം ആലോചിക്കാൻ വേണ്ടിയാവും. ഇതൊക്കെ ഒരു കളിയാക്കിങ്ങാണ്ടുള്ളൊരു കമൻറ്റാണ്. ഇന്ന കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ മനസ്സിൽ എന്താണ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഒരു കളിയാക്കിയിട്ടുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ നമ്മളതിനെ പറ്റി പ്രതികരിക്കുമ്പോൾ തന്നെയാണ് കണ്ടൻറ് ഉണ്ടാകല്, വീഡിയോ ഉണ്ടാകലല്ലേ. അപ്പോൾ അന്ന് ഞാനും അതിന് റിപ്ലൈ തരാൻ നേരത്ത് പിന്നെ നല്ലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, മനസ്സമാധാനത്തോടെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത കാലമാണിപ്പോൾ, അല്ലെങ്കിൽ ഈ പാവങ്ങളോട് ആർക്കാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക, പേടിക്കേണ്ടാത്ത എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ മേലെ. അതൊക്കെ എത്ര എത്ര നല്ല നല്ല കമൻറ്റാണ്. അപ്പോൾ നമുക്കൊരു വ്ളോഗ് ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുമല്ലോ അല്ലേ. നമ്മളെ കാര്യങ്ങൾ വിഷമങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലിടും. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഈ കുശുംബന്മാർ പറഞ്ഞാൽ ഈ ആരാണെന്ന് അറിയില്ല, ഭയങ്കര കുശുമ്പുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ റിപ്ലൈ തരണം കേട്ടോ. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെങ്ങനെ ബാഡ് കമൻറ്റ് തന്ന് നമ്മളെ എന്താ പറയുക പരിഹസിച്ചിട്ടും കാര്യമല്ല. നമ്മളെന്തായാലും പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നമ്മളെ വീട്ടിലെ കറണ്ട് ഫീസ് കൂടിയതിനെ പറ്റി അതിനുകൊണ്ട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു മഹാമോശമായിട്ട്. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു. എനിക്കിഷ്ടമല്ല എൻ്റെ ചാനലിൽ ബാഡ് കമൻറ്റ് ഇങ്ങനെ കാണുന്നത്, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനതൊക്കെ ഡിലീറ്റ് ആക്കിട്ടോ. പിന്നെ ഒരു നല്ലൊരു കമൻറ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ആയിരിക്കൂല താത്ത, നിങ്ങളെ പാട്ട് കേൾക്കാനായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ പൂരം കാണുന്ന ചേലിക്ക് നമ്മൾ എന്നില്ലേ, ആ പാട്ടൊന്നാണ് പാടിക്കളി. അതൊരു നല്ല കമൻറ്റ്, എനിക്ക് ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി ആ ഒരു കമൻറ്റ് കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാളുണ്ട്, അത് പിന്നെ ബൈക്കിൻ്റെ മുന്നിൽ നടന്നിട്ടല്ലേ, പടം ആവാതെ നോക്കിക്കോന്ന്. ബൈക്കിൻ്റെ മുന്നിൽ നടന്നിട്ടല്ലേ, അപ്പോൾ ബൈക്കിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് നമ്മളെ കാര്യത്തിന് നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പുറത്തേക്ക് പോകണ്ടേ, നമ്മളെ ജോലിക്ക് നമ്മൾ പോകണ്ടേ, അതിനൊക്കെ നമ്മളിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കാൻ പറ്റുമോ. പിന്നെ ഒരു കമൻറ്റ് ഉണ്ട്, എന്തായാലും ഒരു മനുഷ്യനെ നല്ല രീതിയിൽ ജീവിക്കാൻ അയക്കൂല. അതൊരു നല്ലൊരു കമൻറ്റാണ്. മനസ്സമാധാനത്തോടെ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോൾ. അങ്ങനെയുള്ള ഓരോ കമൻറ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഒരാളുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് തൻ്റെ വീഡിയോ കാണുന്നത്, പിന്നെ അങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റുകളുണ്ട്. അപ്പോൾ അതിനൊരാൾ ബാഡ് എഴുതിക്കുക, എനിക്ക് ഇവനെയാണ് കേട്ടോ സംശയം. ഒരു കമൻറ്റ് എഴുതിയിരിക്കണം കേട്ടോ, ആ കമൻറ്റിൻ്റെ ചോട്ടിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, മോളെ നീ കായിൽ എന്താണ് കാണുന്നത്, അവൻ്റെ വണ്ടിൻ്റെ നമ്പർ നോക്കി വെക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് പറയുക, അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യുക. നീ പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും, എന്തായാലും എല്ലാവരും പടച്ച റബ്ബ് കാക്കട്ടെ എന്നുള്ള ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബാഡ് കമൻറ്റാണേ, ഈ അക്കൗണ്ടിൽ നിന്ന് വല്ലാതെ മോശം കമൻറ്റ് വരുന്നുണ്ട്. ഇതൊന്നും ഉള്ളതല്ല താത്ത, ഒരു മനസ്സുഖത്തിന് വേണ്ടി ബെല്ലിമ ഉണ്ടാക്കിയ കഥ ആണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഓനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് നിന്നെയാണ് സംശയം. അപ്പോൾ ഇവനൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാന്യമായിട്ട് വീഡിയോ ചെയ്യാണ്, ആർക്കും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വരുത്തുന്നില്ല. നമ്മൾ മാന്യമായ രീതിയിൽ ആരും വിഷമിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മോശം ബാഡ് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനെ ഭയങ്കര സംശയമുണ്ട്, അത് അവനാണോ അവളാണോ എന്ന് നമുക്കറിയില്ല. കാരണം അത് ഒരു ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ. അതിലൊരു ചാനലുണ്ട്, അതിൽ സബ്ബും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കമൻറ്റുകളൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ഒരുപാട് നല്ല കമൻ്റ് ഉണ്ട്. അതൊന്നും ഇതിൽ പറയണില്ല. അപ്പോൾ എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ
കളിയാക്കണത്, പരിഹസിക്കണ്. അപ്പോൾ ഞാനിങ്ങനെ ചായയും കടിയും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, പോസ്റ്റായിട്ട് നിന്ന് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയണത്. അപ്പോൾ എന്തായാലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ശരിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും തന്നെ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മളെ വീട്ടിൽ വന്നിങ്ങാണ്ട് കറണ്ട് പീസ് ഊരി പാത്ത് വെച്ച് ഞാനും കുഞ്ഞാണിയാക്കി ഇവിടെ ഇല്ലാത്ത നേരത്ത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കാനാണോ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോകാനെന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മളെ വീട് ഉള്ള ഷെഡിന് നമുക്ക് സംശയിക്കണമല്ലോ, എന്തും ചെയ്യാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണോ ഒന്നും അറിയില്ലല്ലോ. ഏതായാലും നല്ല ഒരു മനുഷ്യനാവില്ല അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അത്രയും ബുദ്ധിമാനായിരിക്കാം. നമ്മളെ തകർച്ച കാണാനും നമ്മളെ കഷ്ടപ്പാട് കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതേതായാലും പടച്ചോന് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ കള്ളനെ നമ്മളെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു രീതിയിൽ പടച്ചോന് നമുക്ക് കാണിച്ചു തരും കേട്ടോ. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കയ്യോടെ പിടിക്കാനുള്ള എല്ലാ കുട്ടൻസും ഒക്കെ നമ്മൾ ഇവിടെ ചെയ്ത് വെക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, നമ്മളെ കളിയാക്കിയിട്ട് അവരിങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. ബാഡ് കമൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരുപാട് ബാഡ് കമൻറ്റ് പിന്നെയും വന്നിരുന്നു കേട്ടോ. ഇന്നലെ ഇട്ട വീഡിയോസില്ലേ, പിന്നെ പൂട്ട് ഇങ്ങനെ കൊണ്ടുപോയി, അതിന് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിരുന്നു ഒരക്കൗണ്ടിൽ നിന്ന്. ആ അക്കൗണ്ടിനെ ഞാൻ ബ്ലോക്ക് വരെ ചെയ്തു. ഇനി ആ അക്കൗണ്ടിൽ നിന്ന് നമ്മളെ ഇതിക്ക് കമൻറ്റ് എഴുതാൻ പറ്റില്ല. അത്രയും മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുക നമ്മളെ വീഡിയോ ഇങ്ങോട്ട് ഇടുമ്പോഴത്തേനും ഓടി ഇങ്ങോട്ട് വന്ന് കാണുക, എന്നിട്ട് ബാഡ് കമൻറ്റാണ് തരിക, എന്നിട്ട് അവരാണ് പോയി, എന്നിട്ട് അവർ നല്ല സമാധാനം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കമൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി ഓരോന്ന് കാട്ടുകയാണ്. കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി കാട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോൻ്റെ ടൈമിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കടലക്കറി ഉണ്ടാക്കുകയാണ്, ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയാതെ ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറയുന്നുണ്ടെങ്കിൽ, ബാഡ് കമൻറ്റിൻ്റെ കഥ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോസിന് ഇതിൻ്റേതായ വോയിസ് കൊടുത്ത് എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ബാഡ് കമൻറ്റ് എഴുതുന്ന ആൾക്കാർ എന്തായാലും ഇത് കാണുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന ഒരു കമൻറ്റ്, ഇത്തങ്ങൾ എന്തുണ്ടെങ്കിലും ഹസനോട് തുറന്ന് പറയണം. അപ്പോൾ പടച്ചോൻ കാക്കും, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഏതോ ആരോ എന്തോ ആണ്. പിന്നെ നമ്മൾ ആർക്കും എന്താ പറയുക, നമുക്ക് വല്യമ്മയാണ്, വല്യമ്മക്ക് തോന്നിയതാണ്, അല്ലെങ്കിൽ വല്യമ്മാൻ ആരാ മൈൻഡ് ചെയ്യണത്, ഈ വല്യമ്മക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കമൻറ്റാണ് നമ്മളെ വല്യമ്മയാക്കിങ്ങാണ്ടൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ വല്യമ്മയായി എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ എന്താണെന്നറിയോ, ഒരു പ്രയാസമില്ല, അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വല്യമ്മാവുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പേരക്കുട്ടികൾ ഉണ്ടാവുക, അവരെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അള്ളാൻ്റെ ബർക്കത്ത് എന്ന് പറയുന്നത്. അതിന് കളിയാക്കി പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഈ പറയുന്ന ആൾക്കാർ എന്തായാലും ഒരു വല്യമ്മയോ വല്യപ്പയൊക്കെ ആകുമല്ലോ, ഇന്നായിട്ടില്ലെങ്കിലും പിന്നീടാവുമല്ലോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുശുമ്പൊക്കെ ആയിട്ട്, കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ജീവിക്കണ കാലത്ത് നല്ലത് മനുഷ്യന്മാരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിക്കുക, നല്ലത് ചെയ്യുക. ഇനിയിപ്പോൾ പുതുവർഷമൊക്കെ വരാൻ പോവുകയാണ്. ഇങ്ങനെ ബാഡ് കമൻറ്റിന് എഴുതുന്ന ആൾക്കാർ ഇനിയെങ്കിലും പുതുവർഷത്തിൽ ഒന്ന് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളാവുക. ഇനിയിപ്പോൾ ജനുവരി വരാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് 25-ാം തീയതിയാണ് കേട്ടോ, 26-ാം തീയതിയാണ് ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും മോശമായ ബാഡ് കമൻറ്റും കൊണ്ട് ഒരുപാട് ആൾക്കാർ PM പോണ ആൾക്കാരായിരിക്കാം ഇവർ. അപ്പോൾ ഇവരോട് പറയാനുള്ളത്, ഇനിയുള്ള കാലമെങ്കിലും നിങ്ങളൊക്കെ പിന്നെ ഇത് ചെയ്യുക, ഒരാളെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുക, ഒരാളോട് പറ്റുമെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം നമ്മളൊക്കെ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനിടുമ്പോൾ വീഡിയോക്ക് വന്നുകൊണ്ട് വേഗം വന്ന് ബാഡ് കമൻറ്റ് ഇങ്ങോട്ട് എഴുതി നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടാൻ പോണത്. അപ്പോൾ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കുക. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ കിടക്കണ നേരത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇന്ന് എന്നെക്കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ നന്മ ഉണ്ടാക്കാൻ പറ്റി, ഞാൻ കാരണം എത്ര ആളിന്ന് സന്തോഷിച്ചു. അപ്പോൾ നമുക്ക് സ്വയം നമ്മൾ കാരണം ഇന്ന് ഈ ദുനിയാവിൽ ആർക്കൊക്കെ സന്തോഷം കിട്ടി, ആർക്കൊക്കെ സമാധാനം കിട്ടി, ആരൊക്കെ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചു,
അത് ഓരോ ദിവസം നമ്മൾ കിടക്കണീൻ്റെ മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കണം. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പുതുവർഷത്തിലെങ്കിലും നന്നായിട്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഗ്യാസമ്മലാണ് മീൻകറി ഉണ്ടാക്കണം. അവിടെ അടുപ്പത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ചു. അതിലിടയ്ക്ക് ഇപ്പോൾ അത് ചപ്പാത്തി പണി കഴിഞ്ഞു പോയിക്ക് കടലക്കറി ഉണ്ടാക്കി, ഉണക്കമീൻ പൊരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു മീൻ കറിയും കൂടി ഉണ്ടാക്കുക. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തി നല്ല പനഞ്ഞുള്ള മത്തിയിലെ. ഇപ്പോൾ മീനിനും ഇറച്ചിക്കൊക്കെ നല്ല വില കൂടിയിരിക്കണേ ക്രിസ്മസ് ആയിട്ടേ. അപ്പോൾ ഒരു മീൻ കറി ഗ്യാസുമ്മ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഈ മൺചട്ടി ഗ്യാസുമ്മ വെച്ചാലുണ്ടല്ലോ വേഗം അടി വിണ്ട് കേടരും കേട്ടോ. അപ്പോൾ ഒരു വിധം കഴിയുമെങ്കിൽ അപ്പോൾ ഞാൻ നേരെ വൈകിയപ്പോഴാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തിന് മോട്ടിയും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തിന് നേരെ വൈകി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസുമ്മ മൺചട്ടിയിൽ ഉണ്ടാക്കണത്. മൺചട്ടി ഗ്യാസുമ്മ വെച്ചാൽ നമ്മളെ ചട്ടി അങ്ങോട്ട് കേടരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കാഞ്ഞതേ മൺചട്ടിയിൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസുമ്മേ ഒരുവിധം കഴിയെങ്കിൽ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പൂരം കാണുന്ന ചേരിക്ക് നമ്മളിലുള്ള പാട്ടൊന്ന് പാടിത്തരാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാളൊന്നും നമ്മളെ പിന്നാലെ നടക്കൂല. കാരണം നമുക്ക് ഈ 19 വയസ്സായോടത്ത് നമ്മളെ പിന്നാലെയൊക്കെ ആരാ അങ്ങനെയൊക്കെ വരുന്നത്? 60 വയസ്സാവാനായി, പെൻഷൻ പറ്റാനായി. അപ്പോൾ ഏതായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പാട്ടൊന്ന് പാടട്ടോ, ഒന്ന് പാടിത്തരാം. അപ്പോൾ നമ്മൾ ഹാപ്പി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാപ്പി തന്നെയാണ്. കാരണം ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കണം. അൽഹംദുലില്ലാ. കാരണം നമ്മൾ ആരെയും ദ്രോഹിക്കണില്ല, ആരെയും വേദനിപ്പിക്കണില്ല. എല്ലാവർക്കും സന്തോഷം മാത്രമേ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണുള്ളൂ. ആർക്കും ദുഃഖം കൊടുക്കണില്ല കേട്ടോ, വേദനകൾ കൊടുക്കണില്ല. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. നമ്മൾ ആരൊക്കെ വേദനിപ്പിച്ചാലും അതൊക്കെ തവക്കൽത്തു അലല്ലാ, അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ആ പാട്ടൊന്ന് പാടിത്തരട്ടോ. പൂരം കാണണ ചേലക്ക് നമ്മളെ തുറിച്ച് നോക്കണ കാക്ക നിങ്ങടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. പടച്ചോനാണേ നമ്മളെ വണ്ടിയിൽ കേറൂല. പൂരം കാണണ ചേലക്ക് നമ്മളെ തുറിച്ച് നോക്കണ കാക്ക നിങ്ങടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല. പടച്ചോനാണേ നമ്മളെ വണ്ടി കേറൂല. അപ്പോൾ പാട്ട് കേട്ടില്ല, ഇതിൻ്റെ ബാക്കി കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് പാടാത്തത്. അപ്പോൾ നമുക്ക് തവക്കൽത്തു അലല്ലാ, അത്ര തന്നെ ഉള്ളൂ. നമ്മളിതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണ്. നമുക്കൊരു വിധ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഹാപ്പിയാണ്. ആരൊക്കെ നമ്മളെ പിന്നാലെ വന്നാലും പടച്ചവൻ വിചാരിച്ച ഒരു ടൈമിൽ, അള്ള വിളിക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അള്ളാൻ്റെ വിളിക്ക് ഉത്തരം എന്തായാലും നമ്മൾക്ക് നൽകേണ്ട ഒരു ദിവസം വരില്ലേ. അതിലിടക്ക് നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ആരെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഞാനില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചാനലും യൂട്യൂബിൽ ചാനലൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സമാധാനമാണ്. നല്ല കമൻറ്റ് വരുമ്പോൾ ഞാനത് വായിക്കും. ബാഡ് കമൻറ്റ് വരുമ്പോൾ ഞാനത് റിമൂവ് ചെയ്യും. ബാഡ് കമൻറ്റ് ഇടുന്ന ആളെ ഞാൻ ഇനി ബ്ലോക്ക് ആക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബോറടിച്ചോ? അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വേറെ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.